പണ്ടൊരു കാലത്ത് ഒരു കഴുത ജീവിച്ചിരുന്നു. ഒരു ദിവസം അത് നടന്നു വരുമ്പോൾ അതിന്റെ കാലിൽ മൂർച്ചയുള്ള ഒരു മുള്ള് തറച്ചു. എനിക്ക് വേദനിക്കുന്നു. ഇല്ല, വേദനിക്കുന്നില്ല, എന്നാലും കരയാൻ തോന്നുന്നു. പക്ഷെ ഞാൻ കരയില്ല, വേദന സഹിക്കാൻ വയ്യല്ലോ. എന്റെ അമ്മോ. കഴുത കരയാൻ തുടങ്ങി. അത് വളരെ ഒച്ച വെച്ച് കരയാൻ തുടങ്ങി. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തോ ചെയ്യും? കരഞ്ഞുകൊണ്ട് അത് തറയിൽ കാല് വെക്കാൻ നോക്കി. പക്ഷേ മുള്ളു തറച്ചതുകൊണ്ട് അതിന്റെ കാൽ അതിന് തറയിൽ വെക്കുവാൻ പറ്റിയില്ല. അപ്പോൾ ആ വഴി ഒരു കുറുക്കൻ വന്നു. കുറുക്കൻ, എന്നെ രക്ഷിക്കൂ. എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. എന്റെ കാലില് മുള്ളു തറച്ചിട്ടുണ്ട്. വേദനിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ കുറുക്കനോട് കഴുത സംസാരിക്കുവാൻ തീരുമാനിച്ചു. അയ്യോ, വേദനിക്കുന്നേ. സുഹൃത്തേ, രക്ഷിക്കണേ. എന്താ സുഹൃത്തേ, നിനക്ക് എന്ത് പറ്റി? സുഹൃത്തേ, എന്റെ കാലില് മുള്ളു തെറിച്ചിട്ടുണ്ട്. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. രക്ഷിക്കൂ. നിന്റെ വലിയ പള്ളുകൊണ്ട് ഈ മുള്ളൊന്ന് എടുക്കൂ. എന്നെ സഹായിക്കൂ സഖാവേ. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നത് സത്യമാ, എന്നെ വിശ്വസിക്ക്. എന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് എന്റെ കാലിലിരിക്കുന്ന മുള്ളെടുക്ക്. പിന്നെ വേണമെങ്കിൽ കൊന്നോ. പക്ഷേ നിന്റെ കാലിലുള്ള മുള്ള് ഞാൻ എടുത്തു കളഞ്ഞാൽ പിന്നെ നീ എന്തിനു മരിക്കണം? എന്തിനു മരിക്കണം പറ. കാരണം എനിക്ക് വേദന സഹിക്കാൻ വയ്യ. എന്നെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്ക് സഖാവേ. ശരി, വിഷമിക്കണ്ട. എന്റെ ഈ കൂർത്ത പല്ലുകൊണ്ട് ഞാനിത് എടുത്തോളാം. മുള്ളെടുക്കുമ്പോ വേദന ഉണ്ടാവില്ലേ? പേടിക്കണ്ട, നിന്റെ കാലൊന്ന് ശരിക്ക് നീട്ടി വെക്ക്. എന്നാ മുള്ളെടുക്കാൻ എളുപ്പമാകും. സഹിക്കാൻ വയ്യ. പതുക്കനെ. ഈ മുള്ളെടുത്തതിന് ശേഷം ഇവനെ ചവിട്ടിക്കളയണം. ഞാൻ നിന്റെ കാലിലുള്ള മുള്ളെടുത്തു. ഇപ്പൊ നിനക്ക് വേദന ഇല്ലല്ലോ. കഴുത തന്റെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ച് ആ കുറുക്കനെ ചവിട്ടിത്തള്ളി. പാവം, കുറുക്കന്റെ പല്ല് പൊട്ടിപ്പോയി. കഴുത ഓടി രക്ഷപ്പെട്ടു. അയ്യോ എന്റെ ദൈവമേ, ഞാൻ അവന് ഉപകാരം ചെയ്യാൻ പോയി. എന്റെ പല്ലെല്ലാം കൊഴിഞ്ഞു പോയല്ലോ ദൈവമേ. ഇനി ഞാൻ എന്ത് ചെയ്യും? കഴിക്കാൻ പല്ലുണ്ടാവില്ലല്ലോ. ആൾക്കാരറിഞ്ഞ് നമ്മളെ സഹായിക്കണം. കുട്ടികളെ, ഇങ്ങനെ ആവശ്യമില്ലാത്തവർക്ക് സഹായിച്ചാൽ എങ്ങനെ സംഭവിക്കും? ഒരു സ്ഥലത്ത് നിന്ന് ഇനിയൊരു സ്ഥലത്തേക്ക് പോവാൻ ഒരുപാട് സമയമെടുക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ക്ഷീണം തോന്നുന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ എന്തുകൊണ്ട് പറക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്? ഇതുകൊണ്ടാണ് ഞാൻ പറക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്റെ അടുത്ത് വീണ്ടും ചോദിക്കുന്നു, നീ എന്തിനാ പറക്കാൻ ആഗ്രഹിക്കുന്നേ?